ഇനി തിരുവനന്തപുരം കിളിമാനൂരിലേക്ക് പോയാൽ അവിടെ വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നു. പോങ്ങനാട് സ്വദേശി സിന്ധുവിനാണ് വെട്ടേറ്റത്. പോങ്ങനാട് സ്വദേശി തന്നെയായ മണിക്കുട്ടനാണ് സിന്ധുവിനെ വെട്ടിയത്. മണിക്കുട്ടന്റെ സഹോദരിയുടെ മകളാണ് സിന്ധു. സിന്ധുവിന്റെ വീടിന് സമീപം വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഒളിവിലുള്ള പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ യുവതിയോട് അമ്മാവൻ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു, ഒരു വധശ്രമം നടത്തിയിരിക്കുന്നു എന്നതാണ്. വെറും ഒരു പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്ര വലിയ ക്രൂരതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കിളിമാനൂർ പോങ്ങനാട് നിന്നാണ് ക്രൂരമായ ഒരു കൃത്യത്തിന്റെ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വെട്ട് എന്ന് പറയുന്നത് ആഴത്തിലുള്ള മുറിവാണ് പറ്റിയിരിക്കുന്നത്. അത് നേരത്തെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അത് മുറിവ് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ പറയുകയും ചെയ്യുന്നത്. പോങ്ങനാട് സ്വദേശി സിന്ധു, 34 വയസ്സാണ് പ്രായം. അമ്മാവനാണ് വെട്ടിയിരിക്കുന്നത്. പോങ്ങനാട് സ്വദേശി തന്നെയായ മണിയൻ. ഇവർ അയൽവാസികളുമാണ്. ഒരു സ്കൂട്ടറും ബൈക്കുമൊക്കെ വെക്കുന്നതിൽ ചെറിയ അസ്വാരസ്യവും തർക്കവും നേരത്തെ തന്നെ വഴിയിൽ വെക്കുന്നതിനെ സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായിരുന്നു. ഇത് വീണ്ടും ഉണ്ടായപ്പോഴാണ് വെട്ടുകത്തി ഉപയോഗിച്ച് ഈ അമ്മാവൻ മരുമകൾ എന്ന് വിളിക്കാവുന്ന സഹോദരിയുടെ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ്. ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സിന്ധുവിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിന് ശേഷം മണിക്കുട്ടൻ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു ഒളിവിൽ പോയി. ഒളിവിലുള്ള മണിക്കുട്ടനായി കിളിമാനൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നടക്കുന്ന ഒരു സംഭവമാണ് കിളിമാനൂർ പോങ്ങനാട് നിന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത്, അതാണ് യുവതിയെ അമ്മാവനാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കമാണ് ഇത്ര വലിയ ക്രൂരതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആദിൽ പാലോട് വിശദാംശങ്ങൾ നൽകിയത്.